ഹായ് വെൽക്കം ബാക്ക്. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീഫ് റോസ്റ്റ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. കുക്കർ ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഓൾ സ്പൈസസ് ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കട്ടാക്കിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി പെട്ടെന്ന് വാടി വരാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് വാട്ടിയെടുക്കുക. അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ബേ ലീഫും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് അതിൻ്റെ റോ ടേസ്റ്റ് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് നന്നായി വഴന്നു വരുമ്പോൾ അതിലേക്ക് കട്ടാക്കി വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. മുളക് പൊടി എരിവുള്ള മുളകും കാശ്മീരി മുളകും മിക്സ് ചെയ്ത് പൊടിച്ചതാണ്. പിന്നെ അതിലേക്ക് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ റോ സ്മെല്ല് മാറുന്ന വരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ക്ലീൻ ചെയ്ത ബീഫ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കണം. ബീഫിൽ മസാല നന്നായി കോട്ടാവുന്ന വരെ മിക്സ് ചെയ്തെടുക്കണം. മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളം ഓവറായി പോവേണ്ട, കാര്യം ബീഫിൽ നിന്ന് റിലീസാവും വെള്ളം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1 വിസിലും ലോ ഫ്ലെയിമിലിട്ടിട്ട് 3 to 4 വിസിലും കുക്ക് ചെയ്തെടുക്കുക. പ്രഷറെല്ലാം പോയാൽ ലിഡ് ഓപ്പൺ ആക്കിയിട്ട് അതിലേക്ക് മല്ലിയില, ഗരം മസാല പൗഡർ, പിന്നെ 1 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ചേർത്ത് കൊടുക്കുക. ഗീ ഒഴിച്ചു കൊടുക്കുന്നത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും. അത്ര തന്നെ. വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്തോട്ടാ. ഒട്ടും തന്നെ വെള്ളമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബീഫ് റോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റിൽ കണ്ടിരുന്ന് സൗണ്ട് കുറവാണ്, സ്പീഡ് കുറവാണ്, ശ്രമിക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. വിൽ ബി ബാക്ക് അനദർ വീഡിയോ ഇൻഷാ അല്ലാ.